ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങുന്നത്. ദീപാരാധന കണ്ടു തൊഴാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ നടന്നു തന്നെയാണ് പോയത്. അമ്പലത്തിലെത്തി 6:15 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദീപാരാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രദക്ഷിണം ചെയ്തിട്ട് പിന്നെ നമുക്ക് വരണം. അതുകൊണ്ട് ദീപാരാധന കഴിയുമ്പോഴത്തേക്ക് തൊഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈകുന്നേരം തന്നെ ഇറങ്ങിയത്. അപ്പം 18ാം പടിയിൽ മുതൽ 18 പടിയും നമ്മുടെ അക്കുമോൻ നടന്നാണ് കയറിയത്. അയാൾ പിന്നെ ഷർട്ടൊക്കെ ഊരി, ആൺകുട്ടികൾ ഷർട്ട് ഇടാൻ പാടില്ല, അതുകൊണ്ട് ഷർട്ടൊക്കെ ഊരി അവിടെ വന്ന ഒരു നൃത്തമൊക്കെ അക്കുവിൻ്റെ കാഴ്ച വെച്ചു. അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗവും ചുറ്റി കണ്ടു. പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞു. നമ്മൾ ദീപാരാധന തൊഴുതു. അർച്ചനയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇനി നമ്മൾ ദീപാരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ താഴെ കറുപ്പൻ സ്വാമി കോവിലുണ്ട്, അവിടോട്ട് പോവാണ്. അപ്പോൾ ഇന്നിവിടെ തേങ്ങാവിളക്കാണ് കത്തിച്ചിരുന്നത്. അതെല്ലാം കണ്ട് തൊഴുതു. അമ്പലത്തിൻ്റെ ആ ഒരു അന്തരീക്ഷമാണ്. ഇപ്പം വൈകുന്നേരമായി. എല്ലാവരും താഴോട്ട് തന്നെ നടന്നു തന്നെയാണ് പോകുന്നത്. ഇനി കറുപ്പസ്വാമി ഒന്ന് കാണണം, അവിടെ ഒന്ന് തൊഴണം. അപ്പോൾ ഇതാണ് കറുപ്പസ്വാമി കോവിൽ. അമ്പലത്തിൻ്റെ നേരെ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയും തൊഴുതു. ഇപ്പോൾ നടക്കാനാണ് അക്കുവിന് കൂടുതലിഷ്ടം. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നടക്കുന്നത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വിട്ടുകൊടുത്തില്ല. നമ്മൾ വരുന്ന വഴിയായിരിക്കില്ല അക്കു പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ തൊഴുതു. കുറച്ച് ഫോട്ടോസ് ഷൂട്ടൊക്കെ നടത്തി. ഇനി നമ്മൾ നേരെ ഓട്ടോയിലാണ് പോകുന്നത്. സന്ധ്യയായില്ല, ഇനി നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കൊള്ളൂല്ലേ? താങ്ക് യു.